എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട്, സുഖമൊക്കെ തന്നെ? ഞാൻ ആരെയും ഉപദേശിക്കാനൊന്നും വന്നതല്ല, ഉപദേശമൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ നമുക്ക് ദൈവം തരും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ മതവിഭാഗക്കാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, കൂപ്പുകൈ നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലയോ പറയുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് യേശുദേവൻ പറഞ്ഞിരിക്കുന്നത്. മാഷാ അള്ളാ അള്ളാ കരി, ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറയുന്നുണ്ട്. എല്ലാം ഒരു തത്വമാണ്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ നമ്മൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും തമ്മിൽ തല്ലരുത്. എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യേശുദേവൻ പറഞ്ഞിരിക്കുന്നതും തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലാരും അയൽവക്ക സ്നേഹം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന പോലെ നമ്മൾ എല്ലാവരെയും നല്ലപോലെ അകമൊഴിഞ്ഞ് വിശ്വസിക്കുന്ന പോലെ മറ്റുള്ളവർ ചെയ്യണമെന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂലി ദൈവമാണ് തരുന്നത്. നമ്മൾ കാണാതെ ചെയ്യുന്നതും കണ്ട് ചെയ്യുന്നതും എല്ലാം ഒരു നിമിത്തമാണ്. അതൊക്കെ സർവേശ്വരനായ ദൈവം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കൂലി ദൈവം കൊടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ കൂലി ദൈവം കൊടുക്കും. നമ്മൾ വലിയവനാന്നുള്ള ആ ചിന്തയൊന്നും നമുക്ക് വേണ്ട. ഒരു തരി ഒന്ന് ഭൂമി കുലുങ്ങിയാൽ പോരെ, എല്ലാവരും ഈ മണ്ണിൻ്റെ അടിയിൽ പോകും. അതുകൊണ്ട് നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവനവൻ്റെ ചിട്ടകളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകുക. എല്ലാവരും ഒന്നാണ്, എല്ലാ മനുഷ്യരും ഒന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. യേശുദേവനും അതുപോലെ പറഞ്ഞു. സർവശക്തനായ അള്ളാഹുവും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാഷാ അള്ളാ അള്ളാ കരി, ദൈവം നിന്നെ രക്ഷിക്കട്ടെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നുകൊണ്ട് ശുഭരാത്രി നേരുന്നു.